വിജയരാഘവനും കെ ബാലനും മാത്രമല്ല, വിചാരിച്ചാൽ CPM-ലെ ഏത് നേതാവിനും, ഏത് ലോക്കൽ സെക്രട്ടറിക്കും, ഏത് ബ്രാഞ്ച് സെക്രട്ടറിക്കും വിവാദ പ്രസ്താവനകളിലൂടെ CPM എന്ന പാർട്ടിയെ അവമതിപ്പിലേക്ക് നയിക്കാൻ കഴിയും എന്ന് തെളിയിക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് വയനാട് ജില്ലാ കമ്മിറ്റി അംഗമായ AN പ്രഭാകരൻ. ജില്ലാ കമ്മിറ്റി അംഗമാണ് AN പ്രഭാകരൻ. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദിവാസി സമൂഹത്തിൽപ്പെട്ട ഒരാളെ UDF അവിടെ പഞ്ചായത്ത് പ്രസിഡൻ്റാക്കി, പനമരം പഞ്ചായത്തിലെ പ്രസിഡൻ്റാക്കി ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരു യുവതിയെ UDF നിയോഗിച്ചു. അതിനെയാണ് അദ്ദേഹത്തിന്, പ്രഭാകരന് ഇഷ്ടപ്പെടാതെ പോയത്. കാരണം അവിടെ പനമരം പഞ്ചായത്ത് ഭരിച്ചിരുന്നത് CPM അംഗമായിരുന്നു. അവിശ്വാസത്തിലൂടെ CPM-നെ UDF പുറത്താക്കി. അവിടെ പകരം വന്നത് മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധിയായിരുന്നു പകരം അധികാരത്തിലെത്തിയത്. അവരെയും മാറ്റി നിർത്തിയിട്ട് ലീഗ് അവരെ ഒഴിവാക്കിയിട്ട്, ലീഗിൻ്റെ പ്രതിനിധിയെ ഒഴിവാക്കിയ ശേഷം അവിടെ അധികാരത്തിൽ വന്നത്, അല്ലെങ്കിൽ UDF അധികാരത്തിലെത്തിയത് ഒരു ആദിവാസി യുവതിയായിരുന്നു. അതിനെയാണ് പ്രഭാകരൻ വിമർശിക്കുന്നത്. ലീഗ് ചരിത്രപരമായ മണ്ടത്തരം കാണിച്ചു. ലീഗിന് ആദ്യമായി ഒരു വനിതാ പ്രസിഡന്റിനെ കിട്ടിയപ്പോൾ അവരെ തൂക്കി ദൂരെ കളഞ്ഞിട്ട് ഒരു ആദിവാസി പെണ്ണിനെ പിടിച്ച് അവിടെ ഇരുത്തി എന്നാണ് AN പ്രഭാകരൻ പറഞ്ഞത്. ഈ പ്രസംഗമാണ് വിവാദമായി തീർന്നത്. ആദിവാസി, അതുപോലെ തന്നെ ദളിത്, ന്യൂനപക്ഷം, തൊഴിലാളി സ്നേഹം എന്നൊക്കെ പറയുന്നത്, ഈ വർഗ ബഹുജന സംഘടന എന്നൊക്കെ CPM നാഴികയ്ക്ക് 40 വട്ടം പറയുമെങ്കിലും ആദിവാസി പ്രേമം CPM-ന് വെറും ഈ വോട്ട് നേടാനുള്ള, അല്ലെങ്കിൽ അവരുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഗിമ്മിക്ക് മാത്രമാണ്. അല്ലെങ്കിൽ ഈ കാര്യത്തോടെടുക്കുമ്പോൾ CPM എപ്പോഴും ആദിവാസി വിരുദ്ധമായ സമീപനമാണ് എടുക്കുന്നത്. നമുക്കറിയാം, അട്ടപ്പാടിയിലെ മധുവിൻ്റെ കാര്യം മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ അവസരങ്ങളിലും ആദിവാസി വിഭാഗങ്ങളെ ഒപ്പം ചേർക്കുന്നത് വോട്ട് നേടാൻ മാത്രമാണ്. അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ വരുമ്പോൾ പലപ്പോഴും CPM എതിരഭിപ്രായമാണ് എടുക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന നടപടിയാണ് AN പ്രഭാകരൻ ചെയ്തു വച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ പറയുന്നത് എന്ന വിമർശനമാണ് ഉയരുന്നത്. AN പ്രഭാകരൻ പറയുന്നത്, ആദിവാസി വിഭാഗത്തിലെ ഒരാളെ പ്രസിഡൻ്റാക്കിയാൽ എന്താണ് കുഴപ്പം എന്ന് തിരിച്ചു ചോദിക്കുകയാണ് പല ആളുകളും, രാഷ്ട്രീയ നിരീക്ഷകരും. എന്താണ് കുഴപ്പം? മുസ്ലിം ലീഗിലെ ഒരു വനിതയെ മാറ്റി നിർത്തിയിട്ട് UDF അവിടെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരാളെ പ്രസിഡൻ്റാക്കിയാൽ CPM-ന് എന്താണ് കുഴപ്പം? CPM-നെ അവർ അവിശ്വാസത്തിലൂടെ പുറത്താക്കി. അത് UDF, ലീഗ് എല്ലാം ഉൾപ്പെടുന്നതാണല്ലോ UDF സംവിധാനം. മുസ്ലിം ലീഗും എല്ലാവരും ചേർന്നതാണ് UDF സംവിധാനം. അവർ അവരുടെ ഒരു ആദ്യം ഒരാളെ നിർത്തി അവരെ മാറ്റിയിട്ട് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരാളെ അവിടെ പ്രസിഡൻ്റാക്കി വെച്ചു. അത് UDF-ൻ്റെ സംവിധാനത്തിൽ നിന്ന് അവർ മാറ്റുകയോ, അല്ലെങ്കിൽ അവർ തീരുമാനിക്കുന്ന ഒരാൾ പ്രസിഡൻ്റ് ആവുകയോ ഒക്കെ ചെയ്യാം. അതിന് CPM-ന് എന്താണ് ഇത്ര ദണ്ണം? ഈ ലീഗുകാരെ മാറ്റുകയോ മാറ്റാതിരിക്കുകയോ ചെയ്യട്ടെ. CPM-കാർ എന്താണ് പറയുന്നത്? ആദിവാസി പെണ്ണിനെ, ലീഗ് മുസ്ലിം സ്ത്രീയെ മാറ്റിയിട്ട് ആദിവാസി പെണ്ണിനെ അവിടെ പ്രസിഡൻ്റാക്കിയെന്ന് AN പ്രഭാകരൻ പ്രസംഗിക്കേണ്ട ആവശ്യമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ CPM-ൻ്റെ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, ജില്ലാ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിഭാഗീയത പല സ്ഥലങ്ങളിലും ഉണ്ട് എന്നത് മറന്നേക്ക് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ആ അവസരത്തിൽ ആണ് ഇതുപോലുള്ള പ്രസംഗങ്ങൾ വിവാദമായി തീരുന്നത്. ഇതുപോലുള്ള പ്രസംഗങ്ങൾ പാർട്ടിക്ക് തലവേദന സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത്. പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ സർക്കാർ തലത്തിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. സോഷ്യൽ മീഡിയ പല കാര്യങ്ങളിലും ചോർത്തി തന്നെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. നെറ്റിസൺസ് CPM-നെതിരെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകളെ കരിവാരിത്തേക്കുന്ന തരത്തിൽ പലതരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്നു. ആലപ്പുഴയിൽ നമുക്കറിയാം, വിഭാഗീയത ശക്തമായപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫുൾ ടൈം സമ്മേളന നഗരിയിലിരുന്ന് അത് നിയന്ത്രിക്കേണ്ടി വരുന്നു. ഇത്തരം ഒരു സാഹചര്യം നിലവിലുള്ളപ്പോഴാണ് വയനാട് ഇങ്ങനെ AN പ്രഭാകരൻ്റെ പ്രസംഗം വരുന്നത്. വയനാട് നമുക്കറിയാം, കോൺഗ്രസ് എന്തുമാത്രം കരുതലോടുകൂടിയാണ് വയനാട് പ്രവർത്തിക്കുന്നത്. ഈ ജില്ലാ കമ്മിറ്റി വയനാട് CPM-ൻ്റെ CPM പോളിംഗ് നിരക്ക് കുറഞ്ഞത്, അതായത് പ്രിയങ്ക ഗാന്ധി വന്നപ്പോൾ അവിടെ പോളിംഗ് ശതമാനം കുറഞ്ഞത് എന്തുകൊണ്ടാണ് എന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞ് CPM എന്തുമാത്രം നടപടികൾ സ്വീകരിച്ചിരുന്നു. ഇതൊക്കെ പല തട്ടിലായി പലതരത്തിലുള്ള പ്രതിസന്ധികൾ CPM വയനാട്ടിൽ നേരിടുന്നുണ്ട്. പ്രത്യേകിച്ച് അവിടെ ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള ആളുകൾ പലരും വോട്ട് ചെയ്യാൻ പോയിട്ടില്ല. SFI ഭാരവാഹികൾ, DYFI ഭാരവാഹികൾ, ജില്ലാ കമ്മിറ്റി ഓഫീസ് സ്ഥിതി ചെയ്യുന്ന ബ്രാഞ്ചിലെ ആളുകൾ, അങ്ങനെ തുടങ്ങി പലരും വോട്ട് ചെയ്യാൻ പോലും പോയിട്ടില്ല എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ സാഹചര്യമൊക്കെ വയനാട് നിലനിൽക്കുന്നുണ്ട്. ആ പശ്ചാത്തലമൊക്കെ പരിശോധിക്കുമ്പോൾ ഇത്തരമുള്ള വിവാദ പ്രസ്താവനകൾ കൂടി വരുമ്പോൾ CPM വയനാടിൻ്റെ ഹൃദയത്തിൽ നിന്ന് തന്നെ മാറിപ്പോകുന്നു. ഈ വയനാട് ചൂരൽമല മുണ്ടക്കൈ ദുരന്തമൊക്കെ ഉണ്ടാകുമ്പോൾ DYFI-ക്കാരും അതുപോലെയുള്ള ആളുകളും
അവിടെ അവിടെ നടത്തിയ സന്നദ്ധ പ്രവർത്തനങ്ങളുടെ വില പോലും അല്ലെങ്കിൽ ആ നിറം പോലും മങ്ങിപ്പിക്കുന്ന തരത്തിലാണ് എൻ പ്രഭാകരനെ പോലുള്ള നേതാക്കളുടെ, അത് മുതിർന്ന നേതാക്കളുടെ വാക്കുകൾ എന്താണ് CPM-നെ കുത്തി മുറിവേൽപ്പിക്കുന്നത് അല്ലെങ്കിൽ അവമതിപ്പ് ഉണ്ടാക്കുന്നത് എന്ന് പറയാതിരിക്കാൻ തരമില്ല. ആദിവാസി പെണ്ണിനെ എന്തിന് നിർത്തി ലീഗുകാരിയെ മാറ്റിയിട്ട്, മുസ്ലിം യുവതിയെ മാറ്റിയിട്ട് ലീഗുകാരിയെ മാറ്റിയിട്ട് എന്തിനാണ് ആദിവാസി പെണ്ണിനെ പ്രസിഡന്റാക്കിയതെന്നാണ് എൻ പ്രഭാകരൻ ചോദിച്ചിരിക്കുന്നത്. സമൂഹത്തിൻ്റെ മാത്രമല്ല CPM-നുള്ളിൽ നിന്ന് തന്നെ എൻ പ്രഭാകരനെതിരെ വിമർശനം അതിശക്തമായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ.